ഹലോ ഗൈസ്, ഗീതാ ഗോവിന്ദത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മി മകളെയും മരുമകളെയും ഒക്കെ ചേർത്ത് പിടിച്ച് വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഗീതു വിജയലക്ഷ്മിയോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഗോവിന്ദേട്ടനുമായിട്ട് വിജയലക്ഷ്മി പിണങ്ങിക്കഴിഞ്ഞതെന്ന്. അപ്പോഴേക്കും വിജയലക്ഷ്മി പറയുകയാണ് എങ്ങനെയാണോ വിധി വിജയലക്ഷ്മീനെ ഗീതുവിൻ്റെ അടുത്ത് എത്തിച്ചത് അതുപോലെ തന്നെ ഒരു വിധിയാണ് അവരെ പിരിച്ചതെന്ന്. അപ്പോഴേക്കും അതൊരു ചൂതുകളി പോലെ ആയിട്ട് വിജയലക്ഷ്മി ഉപമിച്ച് പറയുകയും അത് കേട്ട ഗീതു ആ ചൂതിൽ കരു നീക്കിയത് രാധേകാമയാണോ എന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുകയാണ്. പക്ഷേ പണ്ട് മാധവേട്ടൻ്റെ ഗോവിന്ദൻ്റെ അച്ഛൻ്റെ ചിതാഭസ്മത്തിൽ തൊട്ട് സത്യം ചെയ്തത് വിജയലക്ഷ്മി ഓർക്കുകയാണ്. എന്നിട്ട് വിജയലക്ഷ്മി പറയുകയാണ് ഒരിക്കലും കാരണം എന്താണെന്ന് വിജയലക്ഷ്മിയുടെ വായിൽ നിന്ന് ആരും അറിയില്ല എന്ന് പറഞ്ഞിട്ട് വിജയലക്ഷ്മി അവിടെ നിന്ന് പോയി പൂജാമുറിയുടെ അവിടെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ഇതേ സമയത്ത് വിജയലക്ഷ്മിക്കും രഞ്ജുവിനും ഒരു ടെൻഷനുണ്ട്. ഗീതു എല്ലാം അറിഞ്ഞു എന്നറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോവിന്ദേട്ടൻ്റെ റെസ്പോൺസിനെ കുറിച്ച് ഓർത്ത് അവരിങ്ങനെ ടെൻഷൻ അടിക്കുകയാണ്. അപ്പോൾ ഗീതു പറയുന്നുണ്ട് ഗീതുവായിട്ടൊന്നും പറയില്ല, പക്ഷേ ഗീതുവിന് ഇവരെ ഒരുമിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അതിന് വേണ്ടിയിട്ട് ഇവർ കൂടെ സഹകരിക്കണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രഞ്ജു വിജയലക്ഷ്മി ചോദിക്കുകയാണ് എന്താ ഗീതുവിൻ്റെ പ്ലാൻ എന്ന് ചോദിക്കുമ്പോഴേക്കും പ്ലാനായിട്ട് ഗീതു എന്തോ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അത് എപ്പിസോഡിൽ കാണിക്കുന്നില്ല, പക്ഷേ കാണിക്കുന്നൊരു ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രഞ്ജുവിനോട് ഇങ്ങനെ വിജയലക്ഷ്മിയോടും രഞ്ജുവിനോടും നമ്മുടെ ഗീതു പറയുകയാണ് ഗോവിന്ദേട്ടനെ ഇപ്പോൾ ഗീതു വിളിച്ചിട്ട് രഞ്ജു എവിടെ നിൽക്കുന്നതെന്ന് ഗോവിന്ദൻ അറിയില്ല, ആ സ്ഥലത്തിൻ്റെ അഡ്രസ്സ് രഞ്ജുവിനോട് ഇട്ട് കൊടുക്കാൻ പറയാം, അപ്പോൾ ഗോവിന്ദേട്ടൻ അവിടെ പോയി രഞ്ജുവിനെ കണ്ടോളൂ എന്നുള്ള രീതിയിൽ പറയുകയാണ്. എന്നിട്ട് രഞ്ജുവിനോട് പറയുകയാണ് ഇവിടുത്തെ അഡ്രസ്സ് അയച്ചു കൊടുക്കാൻ പറയും വിജയലക്ഷ്മിയുടെ അടുത്ത്. അപ്പോൾ അത് കേട്ട് അവരൊന്ന് ഞെട്ടുകയാണ്. പക്ഷേ ഗീതുവിൻ്റെ പ്ലാൻ കേട്ടിട്ട് ഇവർക്ക് നല്ലതാണെന്ന് തോന്നിയുകൊണ്ട് ഇവർ സപ്പോർട്ട് ചെയ്യുകയാണ്. എന്നിട്ട് രഞ്ജുവിനോടും വിജയലക്ഷ്മിയോടും നമ്മുടെ ഗീതു പറയുകയാണ് ഞാൻ പോയി ഈ സമയത്ത് ധ്യാനെ കൂട്ടിക്കൊണ്ടുവരാം, അത് കഴിയുമ്പം നിങ്ങൾ പരസ്പരം വിജയലക്ഷ്മിയും ഗോവിന്ദനും തമ്മിൽ ഉണ്ടാക്കുന്ന വഴക്കൊക്കെ എനിക്ക് കേൾക്കണം, എന്നാലേ എനിക്ക് അതിൻ്റെ ആഴം മനസ്സിലാവുള്ളൂ എന്നൊക്കെ ഒരു തമാശയ്ക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഗീതു പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇക്കയോട് പോയി പറയുകയാണ് ഇക്ക പോയി ധ്യാനെ കൂട്ടിക്കൊണ്ട് വരണം, പ്ലാൻ ഇതാണ് എന്ന് പറഞ്ഞു എപ്പിസോഡിൽ കാണിക്കാത്ത ആ പ്ലാൻ ഇക്കയോടും പറഞ്ഞു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഇക്കയോട് പറയുകയാണ് ഇക്ക ഇവിടെ എത്തുമ്പോൾ മിസ് കോൾ കിട്ടാൽ മതി, ഞാനിവിടെ ഉണ്ടായിരിക്കുമെന്ന്, ആ സമയത്ത് ഞാൻ ധ്യാൻ്റെ കൂടെ വന്നാന്നുള്ള രീതി കയറി വന്നോളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ച് ചെന്നിട്ട് നമ്മുടെ ഗീതു വിജയലക്ഷ്മിയോടും രഞ്ജുവിനോടും ഗീതു അവിടെ ഉണ്ടായിരിക്കും, ഇതെല്ലാം കാണണം എന്ന് തമാശയ്ക്ക് പറയുകയാണ്. ഇത് കേട്ട നമ്മുടെ രഞ്ജു ആണെങ്കിൽ അപ്പം ഗീതുവിനോട് പറയുന്നുണ്ട് ഇത് നിന്നെ കാണുമ്പോൾ എനിക്ക് കുറച്ച് ആളോട് ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൂടുകയാണെന്ന്. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവിടെ അവസാനിക്കുകയാണ്.